നമസ്കാരം. VHSCയുടെ 2ാം വർഷ FTCP ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാലക്കാട് പത്തിരിപ്പാല ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വൊക്കേഷണൽ ടീച്ചറാണ് ഞാൻ. എൻ്റെ പേര് സവിത. നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത് FTCP 2ാം വർഷത്തിലെ 6ാമത്തെ മോഡ്യൂളായ ITIL ആണ്. ITIL എന്നാൽ ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലൈബ്രറി. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കണ്ടത് IT സെക്ടറിൽ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ, IT സർവീസ് മോണിറ്ററിംഗ് കൺസെപ്റ്റ്, ആ കൺസെപ്റ്റിൻ്റെ പ്രാധാന്യം, IT സർവീസ് മോണിറ്ററിങ്ങിൽ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ എന്നിവയാണ്. ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് എന്താണ് ക്വാളിറ്റി സർവീസ്, IT സർവീസ് പാരാമീറ്റേഴ്സ് എന്താണ്, എങ്ങനെ ക്വാളിറ്റി സർവീസ് മെഷർമെൻറ്റ് നടത്താം തുടങ്ങിയ കാര്യങ്ങളാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാഠഭാഗങ്ങൾ ഇതൊക്കെയാണ്. ക്വാളിറ്റി സർവീസ് ഡെഫിനിഷൻ, IT ക്വാളിറ്റി സർവീസ് പാരാമീറ്റേഴ്സ്, അത് ഒരു 10 എണ്ണം ഉണ്ട്. അതിൻ്റെ വിശദീകരണങ്ങൾ, ഡെഫിനിഷൻസും എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും എന്നൊക്കെ ഉണ്ട്. പിന്നെ മെഷർമെൻറ്റ് ഓഫ് സർവീസ് ക്വാളിറ്റി, എന്തിനു വേണ്ടിയാണ് നമ്മൾ സർവീസ് ക്വാളിറ്റി മെഷർ ചെയ്യുന്നത്, ഹൗ വി മെഷർ സർവീസ് ക്വാളിറ്റി, ഹൗ ടു മേക്ക് എ റിപ്പോർട്ട് ഓൺ സർവീസ് ക്വാളിറ്റി, പിന്നെ ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടർ, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ, സർവീസ് ലെവൽ എഗ്രിമെൻറ്റ് എന്നിവയുടെ ഡെഫിനിഷൻസും അതിൻ്റെ പ്രാധാന്യവും. ഇത്രയുമാണ് ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. എന്താണ് ക്വാളിറ്റി സർവീസ്? സർവീസ് മേഖലയിലെ നേട്ടങ്ങൾ വിവരിക്കാനും ഗുണനിലവാരം താരതമ്യം ചെയ്യാനും ഉപയോഗിക്കുന്ന പദമാണ് സർവീസ് ക്വാളിറ്റി. ഇതിന് 2 വശങ്ങളുണ്ട്, ഒബ്ജക്റ്റീവ് ആസ്പെക്റ്റുകളും സബ്ജക്റ്റീവ് ആസ്പെക്റ്റുകളും. സബ്ജക്റ്റീവ് ആസ്പെക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാനസികമായ അഥവാ ആത്മനിഷ്ഠമായ വശമാണ്. ഒബ്ജക്റ്റീവ് ആസ്പെക്റ്റ് എന്നാൽ വസ്തുനിഷ്ഠമായ വശം ആണ് ഉദ്ദേശിക്കുന്നത്. സർവീസ് ക്വാളിറ്റിയുടെ ഒബ്ജക്റ്റീവ് ആസ്പെക്റ്റ് എന്നത് മുൻപേ നിർവചിക്കപ്പെട്ടിട്ടുള്ള ചില കൃത്യമായ മാനദണ്ഡങ്ങളെയോ അളവുകോലുകളെയോ ആശ്രയിച്ചിരിക്കും. സബ്ജക്റ്റീവ് എന്നത് മാനസികമായ വശമാണ്. ഒരു കസ്റ്റമർ ആഗ്രഹിക്കുന്ന സർവീസ് ക്വാളിറ്റിയും അയാൾക്ക് യഥാർത്ഥത്തിൽ ലഭിക്കുന്ന നിലവാരവും ആശ്രയിച്ചാണ് ഇത് അളക്കുന്നത്. സർവീസ് ക്വാളിറ്റി എന്നത് യഥാർത്ഥത്തിൽ 3 കാര്യങ്ങൾ ചേർന്നതാണ്. സർവീസ് പൊട്ടൻഷ്യൽ അഥവാ സേവനദാതാവിൻ്റെ സ്കിൽ, സർവീസ് പ്രോസസ്സ് അതായത് സേവനം നടക്കുന്ന ആ പ്രക്രിയ, ഉദാഹരണത്തിന് എത്ര വേഗത്തിൽ സർവീസ് കംപ്ലീറ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ സർവീസ് പ്രോസസ്സിൽ വരുന്നു. മൂന്നാമത്തേത് സർവീസിൻ്റെ റിസൾട്ട്, അതായത് ആ സർവീസ് കൊണ്ട് കസ്റ്റമർക്കുണ്ടാവുന്ന തൃപ്തി. ഇത് 3 ചേർന്നതാണ് സർവീസ് ക്വാളിറ്റി. ഇനി നമുക്ക് IT ക്വാളിറ്റി സർവീസ് പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഏതൊരു മേഖലയിലാണെങ്കിലും നമ്മൾ ഒരു സേവനത്തിന് വേണ്ടി ഒരാളെ സമീപിക്കുമ്പോൾ പല കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരാറുണ്ട്. ഇതൊക്കെ കണക്കിലെടുത്താണ് നമ്മൾ ആരെ സമീപിക്കണം എന്ന് തീരുമാനിക്കാറുള്ളത്. എന്തൊക്കെ ഘടകങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്നതാണ് സർവീസ് പാരാമീറ്റേഴ്സായിട്ട് നമ്മൾ പറയുന്നത്. ഇവിടെ നമ്മൾ 10 സർവീസ് പാരാമീറ്റേഴ്സിനെ കുറിച്ച് പറയുന്നു. ഒന്നാമത്തേത് കോമ്പിറ്റൻസ്. കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞാൽ കഴിവ്, സർവീസ് പ്രൊവൈഡറിൻ്റെ നോളജ്, സ്കിൽ, ഇതൊക്കെയാണ് അതിൽ വരിക. രണ്ടാമത്തേത് കേർട്ടസി, മര്യാദ. മൂന്നാമത്തേത് ക്രെഡിബിലിറ്റി, അതായത് വിശ്വാസ്യത. നാലാമത്തേത് സെക്യൂരിറ്റി, സുരക്ഷ. അഞ്ചാമത്തേത് ആക്സസ്, ഈ സേവനദാതാവിലേക്ക് എത്തിപ്പെടാനുള്ള എളുപ്പം. ആറാമത്തേത് കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയത്തിനുള്ള കഴിവ്. ഏഴാമത്തെ ടാഞ്ചിബിൾസ്, അതായത് ഭൗതികമായ വസ്തുക്കൾ. എട്ടാമത്തേത് റിലയബിലിറ്റി, ആശ്രയിക്കാവുന്ന അവസ്ഥ. പിന്നെ റെസ്പോൺസീവ്നെസ്, പ്രതികരണം.
ആൻഡ് ഏറ്റവും അവസാനത്തത് അണ്ടർസ്റ്റാൻഡിങ് ദ കസ്റ്റമർ, അതായത് കസ്റ്റമറിനെ മനസ്സിലാക്കാനുള്ള കഴിവ്. ഇതൊക്കെയാണ് സർവീസ് പാരാമീറ്റേഴ്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് ഇവയോരോന്നും വിശദമായിട്ട് പരിശോധിക്കാം. കോമ്പിറ്റൻസ്, കഴിവ്. സേവനദാതാവിൻ്റെ പ്രവർത്തന മേഖലയിലുള്ള പാടവവും അറിവുമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് കേർട്ടസി, അതായത് മര്യാദ. സർവീസ് പ്രൊവൈഡർ അല്ലെങ്കിൽ കോണ്ടാക്ട് പേഴ്സൻ്റെ വിനയം, കസ്റ്റമറോടുള്ള ബഹുമാനം, പരിഗണന, സൗഹാർദ്ദപരമായ പെരുമാറ്റം, ഇതൊക്കെയാണ് കേർട്ടസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കസ്റ്റമറുടെ പ്രോപ്പർട്ടിയോടുള്ള സൂക്ഷ്മത, സർവീസ് പ്രൊവൈഡറുടെ അല്ലെങ്കിൽ കോണ്ടാക്ട് പേഴ്സൻ്റെ നീറ്റ് ആൻഡ് ക്ലീൻ അപ്പിയറൻസ് ഒക്കെ കേർട്ടസിയിൽ ഉൾപ്പെടുന്നതാണ്. അടുത്തത് ക്രെഡിബിലിറ്റി. ട്രസ്റ്റ് വർത്തിനെസ്, ബിലീവബിലിറ്റി, ഓണസ്റ്റി തുടങ്ങിയവയാണ് ഇതിൻ്റെ ഘടകങ്ങൾ. അതായത് സർവീസ് പ്രൊവൈഡറിൻ്റെ വിശ്വാസ്യത, സത്യസന്ധത തുടങ്ങിയവ. കസ്റ്റമറിൻ്റെ ഗുണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതും ക്രെഡിബിലിറ്റിയിൽ ഉൾപ്പെടുന്നു. ഒരു സ്ഥാപനത്തിൻ്റെ പേര്, പ്രശസ്തി, പിന്നെ കോണ്ടാക്ട് പേഴ്സൻ്റെ പെരുമാറ്റം, ഇതൊക്കെ സ്ഥാപനത്തിൻ്റെ ക്രെഡിബിലിറ്റിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അടുത്തത് സെക്യൂരിറ്റി. കസ്റ്റമറിന് പേടിയോ സംശയമോ കൂടാതെ ഒരു സേവനദാതാവിനെ സമീപിക്കാൻ പറ്റുന്ന അവസ്ഥയാണ് സെക്യൂരിറ്റി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഫിസിക്കൽ സേഫ്റ്റി, അതായത് ഭൗതികപരമായ സുരക്ഷ, നമ്മളുടെ പ്രോപ്പർട്ടിയുടെയൊക്കെ സുരക്ഷ, സാമ്പത്തിക സുരക്ഷ, രഹസ്യാത്മകത എന്നിവ ഉൾപ്പെടുന്നു. രഹസ്യാത്മകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളെന്തെങ്കിലും രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ, കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ അത് പബ്ലിക് ആക്കാതെ, അതായത് ആ കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ രഹസ്യാത്മകത എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ സെക്യൂരിറ്റിയിൽ ഉൾപ്പെടുന്നു. നെക്സ്റ്റ്, ആക്സസ്. കോണ്ടാക്റ്റ് ചെയ്യുന്നതിനുള്ള എളുപ്പം. കസ്റ്റമേഴ്സിന് സൗകര്യപ്രദമായ പ്രവൃത്തി സമയം, എത്തിപ്പെടാൻ എളുപ്പമുള്ള ലൊക്കേഷൻ, കസ്റ്റമേഴ്സിനെ ഒരുപാട് കാത്തിരിപ്പിക്കാതെ ഇരിക്കുക തുടങ്ങിയവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു. ഒരു ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ ചില സർവീസ് സഹകരണ ബാങ്കുകളുണ്ട്. അത് വൈകുന്നേരം 6 മണിക്ക് ശേഷം 1 മണിക്കൂർ പ്രവർത്തിക്കും എന്ന് പറയും. എന്തിനാണെന്ന് വെച്ചാൽ അത് അവരുടെ കസ്റ്റമേഴ്സ് കൂടുതലും പണിക്ക് പോകുന്ന ആ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് എത്താനുള്ള പ്രവർത്തന സമയം അവർക്ക് സൗകര്യപ്രദമായ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ ഉള്ള കാര്യങ്ങളാണ് ആക്സസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് കമ്മ്യൂണിക്കേഷൻ. കസ്റ്റമേഴ്സിനോട് അവരുടെ ഭാഷയിൽ സംസാരിക്കാൻ സാധിക്കുന്ന ഒരു കോണ്ടാക്ട് സർവീസ് പേഴ്സൺ ഉണ്ടാവേണ്ടത് ഏതൊരു സംരംഭത്തിനും അത്യാവശ്യമാണ്. കസ്റ്റമേഴ്സിനോട് ആശയവിനിമയം നടത്തി അവരുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും മനസ്സിലാക്കി അതിന് പരിഹാരം അവരുടെ ഭാഷയിൽ തന്നെ പറഞ്ഞു കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ ആശയവിനിമയം എന്നതിൽ പ്രവർത്തനത്തിൻ്റെ വിശദീകരണം, സർവീസിനെക്കുറിച്ചും ആ സർവീസ് നടത്തുമ്പോൾ അവരടക്കേണ്ടി വരുന്ന വിലയെക്കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ടാഞ്ചിബിൾസ്. ഫിസിക്കൽ എവിഡൻസ് ഓഫ് സർവീസ് ആണ് ഇത്. ഉദാഹരണത്തിന് ഒരു സേവനദാതാവിൻ്റെ ഭൗതികമായ സാഹചര്യങ്ങൾ, ഉപയോഗിക്കുന്ന എക്യുപ്മെൻസിൻ്റെ മോഡേണിറ്റി, സ്റ്റാഫിൻ്റെ അപ്പിയറൻസ്, പിന്നെ അവരുടെ തിരക്ക് തുടങ്ങിയവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു. ഒരു ഉദാഹരണത്തിന് നമ്മൾ ഹോസ്പിറ്റലുകളിൽ പോകും. ഏറ്റവും കൂടുതൽ മോഡേൺ ആയിട്ടുള്ള സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലുകളാണ് പലപ്പോഴും നമ്മൾ ചൂസ് ചെയ്യാറ്. അവിടെ MRI എടുക്കാനുള്ള സൗകര്യമുണ്ട്, എക്സ്റേ എടുക്കാനുള്ള എക്സ്റേ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട്. അങ്ങനെ കൂടുതൽ ഫെസിലിറ്റീസ് ഉള്ള സ്ഥലങ്ങളിൽ ആണ് നമ്മൾ കൂടുതൽ പോകാൻ ആഗ്രഹിക്കുക. ആ ഫിസിക്കൽ ഫെസിലിറ്റീസിനാണ് നമ്മൾ ടാഞ്ചിബിൾസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഇസ് റിലയബിലിറ്റി. ഒരു സർവീസ് ആശ്രയിക്കാവുന്ന രീതിയിലും
ആക്യുറേറ്റ് ആയിട്ടും ചെയ്യുന്നതിനുള്ള കഴിവിനെയാണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. സേവനം കൃത്യസമയത്ത് കൃത്യമായ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണം ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഇസ് റെസ്പോൺസീവ്നെസ്. അതായത് ഒരു കസ്റ്റമർ നമ്മളെ വിളിക്കുമ്പോൾ അതിനോട് പ്രതികരിക്കുക, അതിന് വേണ്ട മറുപടി കൊടുക്കുക, ടൈം ബൗണ്ടഡ് ആയിട്ട് ആൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക തുടങ്ങിയവയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എത്ര വിളിച്ചാലും എടുക്കാത്തൊരു സർവീസ് പ്രൊവൈഡറുടെ സർവീസ് എടുക്കാൻ നമ്മൾ ആഗ്രഹിക്കില്ല അല്ലേ? അതുകൊണ്ട് കൃത്യമായ റെസ്പോൺസ് അത്യന്താപേക്ഷിതമാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് അണ്ടർസ്റ്റാൻഡിങ് ദ കസ്റ്റമർ. അതായത് ഒരു കസ്റ്റമറുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അതിന് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അറ്റൻഷൻ കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുക. ഒരു കസ്റ്റമറിനെ തിരിച്ചറിയുക, മുമ്പ് വന്നിട്ടുള്ള ആളാണെങ്കിൽ ആളെ തിരിച്ചറിയുക തുടങ്ങിയവയൊക്കെ ഈ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ 10 ക്വാളിറ്റി സർവീസ് പാരാമീറ്റേഴ്സ്. IT സർവീസ് പാരാമീറ്റേഴ്സിൻ്റെ മെഷർമെൻ്റ് ആണ് അടുത്തത്. മെഷർമെൻറ്റ് ഓഫ് സർവീസ് ക്വാളിറ്റി എന്നത് ഒരു പ്രത്യേക പ്രോജക്റ്റായിട്ടോ ഒരു നിരന്തര പ്രക്രിയയായിട്ടോ നമുക്ക് ചെയ്യാവുന്നതാണ്. ഒരു ഉദാഹരണം പറയാം. നമുക്ക് നമ്മുടെ പഠന നിലവാരം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എക്സാമുകളുണ്ട് അല്ലേ? നമുക്കൊരു മാർക്ക് ലിസ്റ്റ് കിട്ടുമ്പോൾ അതിൽ 2 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ഒരു ഹെഡിങ്ങിൽ TE എന്ന് എഴുതിയിട്ടുണ്ടാവും, തൊട്ടപ്പുറത്ത് CE എന്ന് എഴുതിയിട്ടുണ്ടാവും. എന്താ TE? TE എന്ന് പറഞ്ഞാൽ ടെർമിനൽ ഇവാലുവേഷൻ, നമുക്ക് പരീക്ഷയ്ക്ക് കിട്ടുന്ന മാർക്കാണ് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക അല്ലേ? അപ്പോൾ അതൊരു സ്പെസിഫിക് പ്രോജക്റ്റാണ്, ഒരു കൃത്യമായ ഒരു കാര്യത്തിൻ്റെ മാർക്ക്. CE എന്ന് പറയുന്നതോ നമ്മൾ നിരന്തര മൂല്യനിർണ്ണയത്തിലൂടെ ഒരു വർഷത്തെ നിരന്തരമായി നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും മൂല്യനിർണ്ണയം നടത്തിക്കൊണ്ട് ആ വർഷാവസാനം ഇടുന്ന ഒരു മാർക്കാണ് CE. അതായത് അതൊരു നിരന്തര പ്രക്രിയയാണ്. അതുപോലെ സർവീസ് പാരാമീറ്റേഴ്സും 2 തരത്തിലും നമുക്ക് മെഷർ ചെയ്യാം. ഇനി എന്തിനാണ് നമ്മൾ സർവീസ് ക്വാളിറ്റി മെഷർ ചെയ്യുന്നത്? നമ്മളെന്തിനാണ് പരീക്ഷ നടത്തുന്നത്? നമ്മളുടെ പഠന നിലവാരം അറിയാൻ വേണ്ടിയിട്ട് അല്ലേ? അതുപോലെ സർവീസ് ക്വാളിറ്റി മെഷർ ചെയ്യുമ്പോൾ സർവീസ് എവിടെയാണോ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, എവിടെയൊക്കെയാണ് പോരായ്മയുള്ളത്, എവിടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം എന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ സർവീസ് സ്വീകരിക്കുന്ന ആളുടെ പ്രതീക്ഷയ്ക്കൊത്ത് അയാൾക്ക് സർവീസ് ലഭിക്കുന്നുണ്ടോ, ഏതൊക്കെ ഭാഗങ്ങൾ അതിന് പ്രതീക്ഷയ്ക്കൊത്ത് എത്തുന്നില്ല എന്നതറിയാനായിട്ട് ഈ മെഷർമെൻറ്റ് നമ്മളെ സഹായിക്കും. മൂന്നാമത്തേത്, നമ്മുടെ സ്ഥാപനത്തിൻ്റെയും അതുപോലുള്ള മറ്റ് സ്ഥാപനങ്ങളുടെയും സർവീസ് ക്വാളിറ്റി താരതമ്യം ചെയ്തുകൊണ്ട് ഒരു ബെഞ്ച് മാർക്ക് സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മെഷർമെൻറ്റ് സഹായിക്കും. എങ്ങനെയാണ് സർവീസ് ക്വാളിറ്റി മെഷർ ചെയ്യുക? സർവീസ് ക്വാളിറ്റി മെഷർ ചെയ്യുന്നതിന് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സും ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സും ഉപയോഗിക്കാറുണ്ട്. ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻ്റർവ്യൂ, ഫോക്കസ് ഗ്രൂപ്പ്, ഒബ്സർവേഷൻ തുടങ്ങിയവയാണ്. ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സർവേകൾ, അതായത് കസ്റ്റമേഴ്സിന് കുറച്ച് ചോദ്യങ്ങൾ കൊടുക്കുക, അതിന് ഉത്തരങ്ങൾ കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ കസ്റ്റമർ റെസ്പോൺസ് കാർഡ് കൊടുക്കുക തുടങ്ങിയവ, പിന്നെ നിരന്തരമായ വിവരശേഖരണം തുടങ്ങിയവയാണ്. സ്ഥാപനങ്ങളുടെ സർവീസ് ക്വാളിറ്റി മെഷർ ചെയ്യുന്നതിന് ചില പ്രത്യേക ടൂൾസ് ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് ISO സ്റ്റാൻഡേർഡ്, സെർവ്കോൾ, റേറ്റർ സ്കെയിൽ തുടങ്ങിയവ. അടുത്തത് സർവീസ് ക്വാളിറ്റി റിപ്പോർട്ടുകളാണ്. കസ്റ്റമർ സർവീസിനെ കുറിച്ച് ഒരു അവലോകനം നടത്താൻ കസ്റ്റമർ സർവീസ് റിപ്പോർട്ടുകളാണ് നമുക്ക് സഹായിക്കുന്നത്. ഏതൊക്കെ ഏരിയയിലാണ് നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവേണ്ടതെന്ന് തിരിച്ചറിയാനും വർക്ക് ലോഡിനനുസരിച്ച് പ്ലാൻ ചെയ്ത് വർക്ക് ഷെഡ്യൂൾ ഉണ്ടാക്കാനും ഇത് ഉപകരിക്കുന്നു. ഉദാഹരണത്തിന് നമ്മുടെ കരിക്കുലം അനുസരിച്ച് നമ്മൾ ടൈം ടേബിളിൽ ഏതൊക്കെ സബ്ജക്റ്റ് എത്ര നേരം എടുക്കും എന്ന് നമ്മൾ ഇടില്ലേ, അതുപോലെ വർക്ക് ഷെഡ്യൂൾസ് ഉണ്ടാക്കുക. അങ്ങനെ നമുക്ക് കസ്റ്റമറുടെ പൂർണ്ണ തൃപ്തി ഉറപ്പാക്കി നമ്മളുടെ സ്ഥാപനത്തിന് വളർച്ച ഉണ്ടാക്കാം. 6 പ്രധാനപ്പെട്ട രീതിയിലാണ് നമ്മൾ കസ്റ്റമർ റിപ്പോർട്ട്സ് തയ്യാറാക്കാറുള്ളത്. അതിൽ ആദ്യത്തേത്, ഒരു ദിവസം എത്ര കസ്റ്റമർ റിക്വസ്റ്റ് നമുക്ക് കിട്ടിയെന്നത് നോട്ട് ചെയ്യണം. രണ്ടാമത്തത്, ഒരാൾ
എന്നുവെച്ചാൽ ഒരു സർവീസ് പേഴ്സൺ എത്ര റിക്വസ്റ്റ് ക്ലോസ് ചെയ്തു, അതായത് എത്ര പേർക്ക് അവരുടെ ആവശ്യം നടത്തിക്കൊടുത്തു എന്നുള്ളത് ആണ് സെക്കൻഡ് റിപ്പോർട്ട്. പിന്നെ ഒരു കസ്റ്റമർ ഒരു റിക്വസ്റ്റ് തന്നു കഴിഞ്ഞാൽ അതിനോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ എത്ര ടൈം എടുത്തു എന്ന് ആവറേജ് ടൈം നോട്ട് ചെയ്യാം. പിന്നെ ഒരു കസ്റ്റമറുടെ റിക്വസ്റ്റ് നമ്മൾ പൂർണ്ണമായും നടത്തി കൊടുക്കാൻ എത്ര സമയം എടുത്തു എന്ന് നോട്ട് ചെയ്യുക. അതാണ് നാലാമത്തെ കാര്യം. പിന്നീട് ഒരു കസ്റ്റമർ എത്ര മെസ്സേജ് അയച്ചതിന് ശേഷമാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്തത് അല്ലെങ്കിൽ ആ സർവീസ് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തത് എന്നുള്ളതാണ് അഞ്ചാമത്തെ കാര്യം. അതായത് ചിലപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം വിളിക്കുക അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുക, മെസ്സേജ് അയക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ റെസ്പോൺസ് കിട്ടില്ല. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം മെസ്സേജ് ചെയ്തതിന് ശേഷമായിരിക്കും ഫസ്റ്റ് റെസ്പോൺസ് തന്നെ കിട്ടുന്നത്. അതിന് ശേഷം വർക്ക് തുടങ്ങിയിട്ട് ഫസ്റ്റ് ടൈം വർക്ക് കംപ്ലീറ്റ് ആയി എന്ന് വിചാരിച്ച് പോയി കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലായിരിക്കില്ല ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ വീണ്ടും വിളിക്കും. അങ്ങനെ ചിലപ്പോൾ 1-2 പ്രാവശ്യം വിളിച്ചതിന് ശേഷമായിരിക്കും ആ വർക്ക് പൂർണ്ണമായും കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ പൂർണ്ണമായും ആ വർക്ക് കംപ്ലീറ്റ് ആവാൻ എത്ര മെസ്സേജ് എടുത്തു എന്നുള്ളതാണ് അഞ്ചാമത്തെ കാര്യം. പിന്നെ ഒരു മാസം ആവറേജ് എത്ര കസ്റ്റമർ റിക്വസ്റ്റ് കിട്ടുന്നുണ്ട്, അത് എത്ര എണ്ണം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ട്. അങ്ങനെ ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്തിട്ട് ഇതിനനുസരിച്ച് നമ്മുടെ വർക്ക് പ്ലാൻ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉറപ്പാക്കാൻ പറ്റും. ഈ റിപ്പോർട്ടുകൾക്ക് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിലും സർവീസ് ക്വാളിറ്റിയിലും വളരെ വലിയ പങ്കാണ് ഉള്ളത്. അടുത്തത് ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടർ അല്ലെങ്കിൽ CSF എന്ന് പറയും. ഇത് ഒരു മാനേജ്മെൻറ്റ് ടേമാണ്. ഒരു സ്ഥാപനം അതിൻ്റെ ലക്ഷ്യത്തിലെത്തുന്നതിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഘടകം എന്താണോ അതാണ് ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത്. എന്താ ഇതിൻ്റെ പ്രാധാന്യം? ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഘടകം എന്താണെന്ന് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ വിജയം അളക്കുന്നതിന് നമുക്കൊരു റെഫറൻസ് ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ ഏതിനെ മാനദണ്ഡമാക്കിയിട്ടാണ് നമ്മൾ വിജയം തീരുമാനിക്കുന്നത് എന്ന് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാനും വിജയം കൈവരിക്കാനും കഴിയുന്നു. അതാണ് ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടറിൻ്റെ പ്രാധാന്യം. ഉദാഹരണത്തിന് സ്റ്റാഫിൻ്റെ ട്രെയിനിങ്, സ്റ്റാഫിന് നല്ല സ്കിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു കമ്പനിയുടെ സക്സസ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ ട്രെയിനിങ് നമുക്ക് കൊടുക്കാൻ കഴിയുന്നു. പിന്നെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉള്ള സ്റ്റാഫ് ഉണ്ടാവുകയാണ് വേറൊരു കമ്പനിയുടെ ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടർ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങനെയുള്ള സ്റ്റാഫിനെ നമ്മൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നു. അപ്പോൾ ഓരോ സ്ഥാപനത്തിനും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടർ ഉണ്ടാകുന്നത്. അപ്പോൾ കുറച്ച് ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. സ്റ്റാഫിൻ്റെ എഡ്യൂക്കേഷൻ, ട്രെയിനിങ്, കമ്മ്യൂണിക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററാണ്. ഒരു തരത്തിലുള്ള ഒരു പെർഫോമൻസ് മെഷർമെൻ്റാണ് ഇത്. ഒരു സ്ഥാപനത്തിൻ്റെയോ ഒരു സ്ഥാപനം നടത്തുന്ന ഒരു പ്രവൃത്തിയുടെയോ വിജയത്തെ അളക്കാൻ വേണ്ടിയിട്ടാണ്, ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. എന്താ ഇതിൻ്റെ പ്രാധാന്യം? ഒരു സ്ഥാപനം കൃത്യമായ ദിശയിലാണോ മുന്നോട്ട് പോകുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇനി അല്ലെങ്കിൽ അതിൻ്റെ ശ്രദ്ധ എവിടേക്കാണ് തിരിയേണ്ടത് എന്നുള്ളതും നമുക്കിതിൽ നിന്ന് മനസ്സിലാവും. KPI എന്ന് പറയുന്ന ഈ പെർഫോമൻസ് ഇൻഡിക്കേറ്ററിൻ്റെ ഗോൾ, അതായത് ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ ഇംപ്രൂവ്മെൻ്റ് ആണ്. ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. റവന്യൂവിലുണ്ടാവുന്ന ഗ്രോത്ത്, ഒരു ഓർഡർ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം, എത്ര കസ്റ്റമേഴ്സ് നിലനിൽക്കുന്നുണ്ട്, എത്ര പുതിയ കോൺട്രാക്റ്റുകൾ ഒരു സൈൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ ഇതിൻ്റെ ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് സർവീസ് ലെവൽ എഗ്രിമെൻറ്റ്, SLA. ഇതൊരു കോൺട്രാക്റ്റാണ്. സർവീസ് പ്രൊവൈഡറും കസ്റ്റമറും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ്. ഈ കോൺട്രാക്റ്റ് എന്തൊക്കെ സർവീസാണ് കസ്റ്റമർക്ക് ലഭിക്കുക എന്നുള്ളതും ആ സർവീസിൻ്റെ സ്റ്റാൻഡേർഡും ആണ് ഈ കോൺട്രാക്റ്റിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രാധാന്യം എന്താ വെച്ചാൽ സർവീസ് പ്രൊവൈഡർ നൽകുന്ന സർവീസിന് ഒരു കൃത്യവും മെഷറബിളും ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാനാണ് ഇത് സഹായിക്കുന്നത്.
കൂടാതെ സർവീസ് പ്രൊവൈഡർ ചെയ്ത വാഗ്ദാനം പാലിക്കുന്നില്ലെങ്കിൽ അവരെ പീനലൈസ് ചെയ്യാനും ഇത് സഹായിക്കുന്നു. ഈ ക്ലാസ്സിൽ ഇതുവരെ നമ്മൾ എന്താണ് ക്വാളിറ്റി സർവീസ്, IT ക്വാളിറ്റി സർവീസ് പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് സർവീസ് ക്വാളിറ്റി മെഷർ ചെയ്യേണ്ടത്, എന്തിനു വേണ്ടിയാണ് നമ്മളത് മെഷർ ചെയ്യുന്നത്, എങ്ങനെയാണ് സർവീസ് ക്വാളിറ്റി റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്, CSF, KPI, SLA തുടങ്ങിയവ എന്താണ് അതിൻ്റെയൊക്കെ പ്രാധാന്യം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി ഒരു ചോദ്യം തരാം, അതിൻ്റെ ഉത്തരം ഒന്ന് എഴുതൂ. ബാക്കി കാര്യങ്ങൾ നമുക്ക് വരും ക്ലാസ്സുകളിൽ കാണാം. താങ്ക് യു.